ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒട്ടനവധി ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നൊരു സാഹചര്യത്തിൽ നമ്മളിൽ പല ആളുകളും കരുതിയിരുന്നത് ജയസൂര്യ എന്നുള്ള നടൻ ഇത്തരത്തിൽ യാതൊരു ആരോപണങ്ങൾക്കും അദ്ദേഹം വിധേയമാകില്ല എന്നുള്ളതാണ്. പല ഫേസ്ബുക്ക് പേജുകളും പറഞ്ഞത് ഏതൊരു ആരോപണം വന്നാലും ആ ആരോപണത്തിലൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു നടനാണ് ജയസൂര്യ. അങ്ങനെയാണ് പലരും ജയസൂര്യയെ പറ്റി കരുതിയിരുന്നത്. അദ്ദേഹം ഇത്തരത്തിലുള്ള യാതൊരു മോശം പ്രവൃത്തിയിലേക്ക് അദ്ദേഹം പോവില്ല എന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ അദ്ദേഹത്തിനെതിരായ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമാണ് ജയസൂര്യ എന്നുള്ളൊരു വിഗ്രഹം നമ്മുടെ മനസ്സിൽ വീണുടഞ്ഞത്. ഇപ്പോൾ ജയസൂര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരികയാണ്. ജയസൂര്യ അറസ്റ്റ് ഭയന്നുകൊണ്ട് ദുബായിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ കത്തനാർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് നടൻ ജയസൂര്യ ഉള്ളത്. എന്നാൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാലും ന്യൂയോർക്കിൽ തന്നെ തുടരാനും ശേഷം അവിടെ നിന്ന് ദുബായിലേക്ക് കടക്കാനുമാണ് ജയസൂര്യ ശ്രമിക്കുന്നത് എന്നാണ് ചില മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയസൂര്യ ചില സുഹൃത്തുക്കൾക്ക് ഫോൺ വിളിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസ് തനിക്ക് നേരെ വരാനുള്ള സാധ്യതകളും താൻ കേരളത്തിലെത്തിയാൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും ഉണ്ടാകുമെന്ന് ജയസൂര്യ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശത്തിരുന്ന്, അതായത് അമേരിക്കയിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ദുബായിലേക്ക് കടന്നതിന് ശേഷമോ കേരളത്തിൽ ഒരു മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ജയസൂര്യ നടക്കുന്നത്. ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്താം എന്നുള്ളൊരു നീക്കമാണ് ജയസൂര്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നേരത്തെ മുകേഷിന്റെ ഭാഗത്ത് നിന്നും സമാനമായിട്ടുള്ള ഒരു നീക്കമുണ്ടായിരുന്നു. മുകേഷ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒളിവിലായിരുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും മുകേഷിനെ പറ്റിയിട്ടുള്ള യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. അറസ്റ്റ് ഭയന്നുകൊണ്ട് തന്നെയായിരുന്നു മുകേഷും ഒളിവിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാലാവധി കോടതി നീട്ടുകയുണ്ടായി. അത് മുകേഷിനെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലുള്ള ഒരു നീക്കമാണ് അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യമാണ് ജയസൂര്യ ഇപ്പോൾ നടത്താൻ ശ്രമിക്കുന്നത്. ജയസൂര്യ ന്യൂയോർക്കിൽ തന്നെ കഴിയാനും ശേഷം ദുബായിലേക്ക് കടക്കാനുമാണ് ശ്രമിക്കുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 28-നാണ് ജയസൂര്യക്കെതിരെ ആദ്യ FIR രേഖപ്പെടുത്തുന്നത്. ശേഷം ആ FIR-ന് ശേഷം 48 മണിക്കൂറിന് ശേഷം അടുത്ത FIR-ഉം ജയസൂര്യക്ക് നേരെ രേഖപ്പെടുത്തുകയുണ്ടായി. തൊടുപുഴക്കരികിലുള്ള ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഒരു നടിയെ സമ്മതമില്ലാതെ ബലപൂർവം അവരെ പിടിച്ചു എന്നുള്ളതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ജയസൂര്യക്ക് നേരെ ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എങ്ങനെയെങ്കിലും മുൻകൂർ ജാമ്യം ഒഴിവാക്കി ഈ കേസിൽ നിന്നുള്ള ഒരു അറസ്റ്റ് തടയാനുള്ള നീക്കമായിരിക്കും ജയസൂര്യയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. അതേസമയം ജയസൂര്യ സുഹൃത്തുക്കൾക്ക് ഫോൺ വിളിച്ച് ഫോൺ കോളിലൂടെ പൊട്ടിക്കരഞ്ഞതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.